സാനിയ, സാനിയോടാണ് ഈ ചോദിക്കുന്നത്. ആ ഒരു മാനേഴ്സ് ഈ ഒരു വേദിയിൽ കാണിക്കാൻ നിങ്ങളുടെ ആർട്ടിസ്റ്റിനോട് പറയാം. ഇപ്പൊ ക്യാമറ നിങ്ങൾ ഓൺ ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പ്രശ്നം എന്താ? നിങ്ങളാണ് ഈ കുട്ടിയുടെ പപ്പ. നിങ്ങൾക്ക് അറിയില്ലേ ഒരു വേദിയിൽ എങ്ങനെയാണ് മോള് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്? നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളുടെ അഹങ്കാരവും ജാടയൊന്നും എനിക്ക് തീർക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഇപ്പൊ ഇറങ്ങി പോവാം. എനിക്ക് ഇന്ന് എന്റെ വിളിക്കൂ. ഈ ഒരു ഷോ ഇനി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചതിന് ശേഷം ബാക്കി മതി. നിങ്ങളെക്കാളും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു ഫ്ലോറിൽ വന്നിട്ട് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് സന്തോഷമായിട്ട് പിരിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഒരു ഇന്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് കുറച്ച് മാനേഴ്സ് വേണം. കൈ ചൂണ്ടി സംസാരിക്കാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കൈ ചൂണ്ടി എന്റെ ഇഷ്ടാണ്. നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പൊക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവാരം ഓറഞ്ച് മീഡിയയിലൂടെ ഏറ്റവും മില്യൺ വ്യൂസ് ആയി മാറിയിട്ടുള്ള നമ്മുടെ സൂപ്പർ ഹിറ്റ് ഷോർട്ട് ഫിലിം ജാഗയുടെ അണിയറ പ്രവർത്തകരാണ്. ഡയറക്ടർ സാറിന്റെ അടുത്തേക്ക് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. സാർ, ഈ ഒരു ഷോർട്ട് ഫിലിം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ജനങ്ങളോട് പറയാനുള്ള ഒരു തീം എന്താണ്? ഒന്നുകൂടെ ജനങ്ങൾക്ക് വേണ്ടി പറയാമോ? തീം നമ്മുടെ സൊസൈറ്റിയിൽ പിന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില തൊഴിൽ മേഖലകൾ, അതൊന്ന്. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളെ നമ്മൾ ഉദ്ദേശിച്ചാണ്. തൊഴിൽ മേഖലകൾ അവർ അനുഭവിക്കുന്ന ചില മാനസിക പ്രശ്നങ്ങളും അവർക്ക് നേരെയുള്ള മോശം പ്രവൃത്തികളും ചെയ്തികളൊക്കെയാണ്. പിന്നെ അവസാനം പറഞ്ഞു വെക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ ലോകത്ത്, അതായത് പിന്നെ നമുക്ക് അധ്വാനം മൂലം ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സംഭവം. ഏത് പ്രശ്നത്തിന്റെ പരിഹാരം അധ്വാനം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെറിയ മാത്രമാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും വളരെ കുറച്ച് ആളുകളെ വെച്ചിട്ട് നിങ്ങൾ അല്ലെ, അതിലെ ആർട്ടിസ്റ്റുകളെല്ലാം വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ, എങ്കിലും വലിയൊരു സന്ദേശമാണ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു കഥ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിയത്? ഇതിന്റെ സ്റ്റോറി വൺ ലൈനിൽ നിന്ന് ഒരാളാണ്, നായകനായിട്ട് വന്ന ഒരാളാണ്. പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയാണ്. അപ്പൊ അത് സാധാരണ ഇതുവരെ പിന്നെ ഓറഞ്ച് മീഡിയത്തിന് കുറെ ഷോർട്ട് ഫിലിംസ് ഉണ്ട് എന്റെ. അപ്പൊ അവരോട് വന്ന് മിക്കതും ഇതുപോലെ ആൾക്കാർ അവരുടെ അപ്പിയറൻസും അവരുടെ പിന്നെ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് എഴുതുന്നതാണ്. ഓ, അപ്പോ ഇത് നിങ്ങളുടെ ഓറഞ്ച് മീഡിയ ആദ്യത്തെ ഷോർട്ട് ഫിലിം അല്ല? അല്ലല്ല, ഒരുപാട് മുമ്പേ. എനിക്ക് അസ്ലാഷ് എന്ന ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അറിയാം, ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയും 2 ഈ മാസം അപ്ലോഡ് ചെയ്യാനുണ്ട്. അതായത് പിന്നെ കൂടുതൽ ചെയ്തിട്ടുള്ളത് കുട്ടികള് പിന്നെ ഇതുപോലെ ആൾക്കാരുടെ അവരുടെ പിന്നെ അപ്പിയറൻസ് വെച്ചിട്ട് അവരുടെ പരിമിതിക്കുള്ളിൽ വെച്ചിട്ടാണ് കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പൊ അത് കിട്ടുന്ന വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സാനിയത് നമുക്ക് അങ്ങനെയല്ല, ഒരു കഥ ഈ സാനിയത് കണ്ട ആളെ എഴുതി ഒരു ഫസ്റ്റ് വൺ ലൈൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് അടക്കം നമ്മൾ എഴുതിയപ്പോൾ അത്ര റഫായിട്ട് ചെയ്തൊരു സാധനം. സാനിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇത് ട്രെയിൻ ചെയ്യാൻ നോക്കുമ്പോഴേക്കും സാനിയെ കണ്ടപ്പോൾ നമുക്ക് പറ്റണില്ല. ഞാനും അത് ചോദിക്കാൻ വരികയായിരുന്നു. കാരണം അതിലെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറും ഇപ്പൊ റിയൽ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാനിയും വളരെ ഡിഫറെന്റ് ആണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു നായികയിലേക്ക് എത്തിയത്? അങ്ങനെ തന്നെ പറയാം. അവളെ വീട്ടിൽ ഞാൻ ഈ കൈയൊക്കെ തൊട്ടുമ്പോക്ക് പിന്നെ ഒരു ഹാമറൊക്കെ ഒരു 10 kg 5 kg ഹാമറൊക്കെ എടുത്തിട്ട് പെരുമാറാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഈ ചൂടിലെ ചൂട് അതൊക്കെ ഇത്രമാത്രം അവർക്ക് പറ്റുമോ എന്നല്ല ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യാൻ പ്രശ്നം ഉണ്ടാക്കണം, നിങ്ങൾ പണിയൊക്കെ തുടങ്ങിയതാണ്. എങ്ങനെയുണ്ടായിരുന്നു സാനി അവിടുത്തെ പെർഫോമൻസ്? ഒരൊറ്റ ടേക്കിൽ തന്നെ എല്ലാം വീട്ടിൽ പോയിട്ട് ഒരു ലെങ്തി ഡയലോഗ് ജസ്റ്റ് അവളെ കൊണ്ട് ഇങ്ങനെയാണ് മൂവ്മെന്റ്സ്, പിന്നെ കുറച്ച് ടഫ് ഉണ്ടാവും. ആനയിലെ ചൂടാന്ന് കണ്ടിട്ടുണ്ടാവും സാറും. ഈ വലയും ഇതൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല, അവള് കാണാൻ ചാൻസ് ഇല്ല. അപ്പൊ അത് പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് ഊഹം മാത്രമേ ഉള്ളൂ മനസ്സിൽ, അങ്ങനെയൊക്കെ ആയിരിക്കാം. പിന്നെ ഒരു ലെങ്തി ഡയലോഗ് പറയിപ്പിച്ചു. അവിടെ നിന്ന് ബീജം ഇട്ടെടുത്തു. ആളെ ഓക്കെയാണ്, കറക്റ്റാണ്. പിന്നെ ചേക്കടി വന്നിട്ടില്ല. അതിനിടയ്ക്ക് ചുളുവിൽ ഞാൻ ചോദ്യം ചോദിച്ചു, സാരിയ പപ്പ വെച്ച സിനിമ നടക്കൂലേ ചുളുവില്. അപ്പൊ ഇവിടെ പറഞ്ഞു അപ്പഴാ ബോൾഡ് വന്നത്, ആദ്യം നടക്കട്ടെ അപ്പഴാ കാര്യം മനസ്സിലായത്. ആള് കയ്യിലുള്ള സംഭവമാണ്. ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടൊക്കെ എവിടെ വെച്ചിട്ടായിരുന്നു? ഷൂട്ട് പിന്നെ വടകരയോ? നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു തീരുമാനത്തിൽ എത്തണം കേട്ടോ. പാനൂര് ആ സൈഡ് അങ്ങാണ്ട.
വാടകരാണ്. വടകര. അതെ, എനിക്ക് ഓർമ്മയില്ല. കുറെ അപ്പൊ മനസ്സിലായില്ലേ? 2 കൊല്ലം അപ്പൊ കഴിഞ്ഞു. ആള് ഈ ഇരിക്കുന്നത് വെറും ഒരു ഭയങ്കര ആക്ട് സംഭവം. മാത്രാണ്, ആ. ഇതിന്റെ ഉള്ളില് വേറെ കുറെ ഉണ്ട്. ആ, ഓക്കെ, അപ്പൊ വടകര പാനൂര് ആ ഒരു ആ സൈഡിൽ സൈഡിലേക്കാണ്. വെച്ചിട്ടായിരുന്നു ആ, ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ, ഇനി നമുക്ക് പ്രൊഡ്യൂസറിലോട്ട് വരാം. എങ്ങനെയാണ് സാർ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോ, സാറിനോട് ആരാണ് വന്ന് പറഞ്ഞത്? സ്റ്റോറി കേട്ടപ്പോ എന്തായിരുന്നു റിയാക്ഷൻ സാറിന്റെ? ആ സ്റ്റോറി ബാബു വന്ന് അവിടെ പറഞ്ഞു. ജിജിയൊന്നും ഈ ഇവിടെ ബ്രദറായിട്ട് ആക്ട് ചെയ്യുന്ന ജിജി ഉണ്ടായിരുന്നു. ജിജിയും മൂപ്പറും കൂടിയാണ് വന്നത്. ഓക്കെ. അപ്പൊ വന്നിട്ട് എന്നോട് ഇങ്ങനെ സമീപിച്ച് ഇങ്ങനെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ, സ്റ്റോറി പറഞ്ഞു. അപ്പൊ സ്റ്റോറി പറഞ്ഞ് പിന്നെ അവളോട് ചോദിച്ച്. അപ്പൊ അവള് പറഞ്ഞ് അധികം അവർക്കൊരു മടിയായിരുന്നു ചെയ്യാൻ. അത് കൊല്ലത്തിന്റെ വേഷം, നമുക്കൊരു അടിച്ചുപൊളി വേണമായിരുന്നു എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നല്ല ഉണ്ടാവും, ഇത് നല്ലതാണ്, വൈറലാവും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത് പ്രൊപ്പോസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അത് ഈ നല്ല രൂപത്തിൽ മുടമ്പലെത്തി. തീർച്ചയായിട്ടും അതെ, പ്രേക്ഷകർ ഏറ്റെടുത്തു. 2 മില്യൺ വ്യൂസോളം നമ്മുടെ ഓറഞ്ച് മീഡിയയിൽ വന്നിട്ടുള്ള ഒരു വർക്കാണിത്. എന്ത് തോന്നുന്നു? മകൾ ആദ്യമായിട്ട് അഭിനയിച്ച്, മകളാണ് കേട്ടോ, പറയാൻ വിട്ടുപോയി, മകൾ അഭിനയിച്ച് 2 മില്യൺ വ്യൂസ് വരെ നമ്മുടെ ഓറഞ്ചിൽ എത്തിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു മകളുടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട്? പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ കാണുന്നത് പറഞ്ഞാൽ ടിക്ടോക്കിലേക്ക്. ഓ, ടിക്ടോക്കിലൊരു പുലി ആയിരുന്നു മകള്. ടിക്ടോക്കിലൊരു പുലിയായിരുന്നു. അപ്പൊ ടിക്ടോക്ക് കണ്ട് അപ്പം കോവിഡ് വന്നതിന് ശേഷം ടിക്ടോക്ക് അങ്ങ് പോയി. പിന്നെ ഇവിടെ ഒരു മൂഡ് ഔട്ട് പോലെയായി. അങ്ങനെയാണ് ഇത് എടുക്കാൻ തന്നെ കാരണം. അപ്പൊ ഒരു ലീവിന് വന്നിടത്ത് ഞാൻ ഓക്കെ നമുക്കൊരു ഇത് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതെല്ലാം സംഘടിപ്പിച്ചിട്ട് ചെയ്ത് അതങ്ങോട്ട് ഹിറ്റായി. പിന്നെ അവിടുന്ന് ഇവർക്ക് ഓരോന്നോരോന്ന് വരാൻ തുടങ്ങി. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, അതൊരു ചിരട്ടാന്ന് പറഞ്ഞിട്ട് അതും ബാബു സാർ തന്നെയാണ് അവിടെ ഇതാക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് കുറെ പരസ്യങ്ങൾ വന്നു. പിന്നെ ഫസ്റ്റ് ഒരു സിനിമ വന്നു, അതാണ് 1098. അത് ഷൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷമാണ് സെക്കൻഡ് ഫിലിം വന്നു വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ അത് വന്നു, അത് റിലീസായി. അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സന്തോഷം തന്നെയല്ലേ. അതിനകത്ത് വേറെ ശരിയ സംഭവം ഉണ്ട്. പുള്ളി മുമ്പ് സിനിമ അഭിനയിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് പഠിക്കുന്ന കാലത്തൊക്കെ അല്ലേ. അപ്പൊ ഒരു അങ്ങനെയുണ്ട് കുറച്ച് വെള്ളം അല്ല ഉണ്ട്, കുറച്ച് വെള്ളം ചേർക്കാം. അപ്പൊ പുള്ളി അന്നേരം ബോൺമീറ്റിന്റെ പരസ്യത്തിലൊക്കെ പുള്ളി കാസ്റ്റിംഗ് ചെയ്താണ്. പിന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നമാണ്, പഠിത്തം അങ്ങനെ ഒഴിവാക്കിയത്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടപ്പോ പിന്നെ പുള്ളിക്കൊരു ആഗ്രഹം, ആഗ്രഹത്തിന് പുറത്തല്ല, അവൾ ടാലന്റ് ആണ്, ഓൾറെഡി അത് അയാൾക്ക് അറിയാം, പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവളെ ഈ മേഖലയിലേക്ക് വിടണമെന്നൊരു ആഗ്രഹം. അതാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുണ്ടാവും. എന്തായാലും അതില് നമ്മളെ പ്രോത്സാഹനം കൊടുത്തു. സാനിയ പറയൂ, സാനിയിലോട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു ലൊക്കേഷൻ? ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്ത് പറ്റി? നിങ്ങൾ നല്ല ഫുഡൊന്നും കൊടുത്തില്ലായിരുന്നോ കുട്ടിക്ക്? ഫുഡിന്റെ അല്ല, പിന്നെ എന്തായിരുന്നു? ഒരു ആല വൈബ്. ഞാൻ കുറച്ച് ന്യൂ ജനറേഷൻ അല്ലേ. ഓ, ആല വൈബ്. പിന്നെ പണിയെല്ലാം വീട്ടിൽ നിന്ന് ഒരു പണി ഞാൻ എടുത്തില്ല. ഈ കുഞ്ഞി കയ്യും വെച്ച് ഞാൻ പണിയെല്ലാം എടുക്കണ്ടേന്നല്ലാണ്. അത് പോസ്റ്റർ ഷൂട്ട് തുടങ്ങുമ്പോ പിന്നെ അല്ല ആദ്യം ചെയ്തത് ഒരു നല്ല ഇതൊക്കെ ഇട്ടിട്ട് ഓഫീസ് ഇത് പിന്നെ വേറെ ഇട്ടിട്ട് പിന്നെ അത് ഫോട്ടോഷൂട്ടാണ്. കയ്യൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫയലൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടുത്തെ ബിൽഡിംഗ് ഒരു മാളില് എസ്കലേറ്ററൊക്കെ കയറിയിട്ടുള്ള ഷോട്ട് എടുത്തത്. പുള്ളി വിചാരിച്ച് തന്നെ പുള്ളി ഉണ്ടാവുക, ഇത്രയും എക്സിക്യൂട്ടീവ് ഒരു സംഭവം ഉണ്ടാവുക. അത് കഴിഞ്ഞ് നേരെ കൊണ്ടിരുന്ന ആളിലാണ്. അതാണ് അങ്ങനെ പറഞ്ഞത്. നല്ല പണിയെടുപ്പിച്ചു അല്ലേ? പാവം. 2 ദിവസം കൈയൊന്നും നനക്കാൻ പറ്റുന്നില്ല. ആ ഒരു ചുറ്റിക എടുത്തിട്ട് പൊക്കിയത് കൊണ്ട് അല്ല, ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കിയപ്പോ എന്ത് തോന്നി? എവിടുന്ന് കിട്ടിയ കുട്ടീനെ? അങ്ങനെ മനസ്സിലാക്കാനായിട്ടില്ല. അതിനുള്ള പക്വത കുട്ടിക്കായിട്ടില്ല. അതായത് ചോദിച്ച ഇതാണ്, നമ്മളൊരു റോള് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സന്ദേശമാണ് പ്രേക്ഷകർക്കായിട്ട് നൽകുന്നത്. അപ്പോ അതിലെ കുട്ടിക്ക് എന്താണ് തോന്നിയതാണ് എന്റെ ചോദ്യം. എന്തെങ്കിലും തോന്നണോന്ന് ഈ കുട്ടിനെ
അല്ല ഡയറക്ടർ എന്നോട് ഇപ്പൊ കുറച്ചേരം മുന്നേ മാറിക്കൊണ്ടിട്ട് പറയുന്നത് ആ കുട്ടിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കേണ്ട അറിഞ്ഞൂടെ. അതിപ്പം പല കാര്യങ്ങളും പല ആളും പറയല്ലേ, നമ്മളത് കേട്ട് നമ്മളത് വിശ്വസിക്കാൻ mind ചെയ്യണ്ട. പാടില്ല. നമ്മളത് mind. പക്ഷെ ഡയറക്ടർക്ക് മനസ്സിലായി വലിയ അന്തും ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് തോന്നുന്നത്. ഡയറക്ടർ അങ്ങനെയില്ല, സ്ക്രിപ്റ്റ് ബേസ്ഡ് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കറക്റ്റ് അറിയാം. ക്യാരക്ടർ എവിടെയും കണ്ടിട്ടില്ലെങ്കിലും യാതൊരു ഒബ്സർവേഷനും ഇല്ല, ഒന്നും പ്രാക്ടീസൊന്നും ഇല്ല. അതായത് സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ location അവള് അവൾക്ക് ചെയ്യേണ്ട ഇതാണ് കറക്റ്റ് അറിയാം. അതിന്റെ ഓപ്പോസിറ്റിലെ ആൾക്കാർ എന്ത് ചെയ്യണം, പിന്നെ അവർക്ക് തെറ്റിയാലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. അത്രയും സെൻസ് ഉണ്ട് അതിലൊരു സെൻസാണ് അവള് ചെയ്ത് പോകുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോ എന്ത് തോന്നി? ഞാൻ തന്നെയാണോ എന്ന് എനിക്കൊരു നിമിഷം തോന്നിപ്പോയി. തോന്നും തോന്നും. അതാണ് ഇതിന്റെ പരാജയം അല്ലേ? അല്ല അങ്ങനെയല്ല, അത് അവളുടെ വിജയമാണ്, അല്ലെങ്കിൽ എസ് ഒരു ഡയറക്ടറുടെ വിജയമാണ്. ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന കാര്യം ആ ഒരു ഡയറക്ടർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഡയറക്ടർ കൂടെ വിജയമാണ്. പിന്നെ ഒട്ടും ഞാൻ ഇയാളുടെ വിജയം അല്ല എന്ന് പറയുന്നില്ല, കാരണം വളരെ നന്നായിട്ടാണ് ഈ കാണുന്ന പാവം കുട്ടിയെ അല്ല അല്ലെ, ഒരു വളരെ ബോൾഡായിട്ട് നമ്മുടെ മഞ്ജു വാര്യർ ആ ഒരു കന്മരത്തിലൊക്കെ കാണിക്കുന്ന ആ ഒരു ബോൾഡ്, അതെനിക്ക് അവിടെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ പിന്നീട് അങ്ങോട്ട് ഷോർട്ട് ഫിലിമുകൾ ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഞാന് ജാഗ കഴിഞ്ഞിട്ട് ചിരട്ടാന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട്, അതിൽ ചെറിയൊരു ഭാഗം ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2-3 ആഡ്സ് ചെയ്തിട്ടുണ്ട്. വിമൽ ജ്യോതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്. ഓ പിന്നെ 1098 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം മൂവി വന്നത്. അതിലും ചെറിയൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു ചെറിയ ലൊക്കേഷനിൽ നിന്ന് ബിഗ് ലൊക്കേഷനിലേക്ക് മാറി അല്ലെ, എന്ത് തോന്നി? ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. വിനീതേട്ടന്റെ ലൊക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? 2 ദിവസം. 2 ദിവസത്തെ ഷൂട്ട്. ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസന്റെ അനിയത്തിയായിട്ട് ഞാൻ ആ മൂവി കണ്ടിട്ടില്ല, എന്തായാലും കണ്ടിട്ടില്ല. ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഇനി സാറിലോട്ട് വരികയാണ്. ഇപ്പൊ സാറ് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാ കുറച്ചുകൂടി എളുപ്പമായി. അപ്പൊ ബാബു, ഏതൊക്കെ ഷോർട്ട് ഫിലിംസ്? നമ്മള് ഓറഞ്ച് മീഡിയയിൽ തന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ഷോർട്ട് ഫിലിം ഏതായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? ജാഗ കുഴപ്പമില്ല. സാറ്റിസ്ഫാക്ഷൻ വെച്ചാൽ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ എത്ര പ്ലാൻ ചെയ്ത പരിമിതി പ്രശ്നങ്ങൾ വരാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച ചിലപ്പോൾ എത്താതെയുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ കൊണ്ടുവന്ന പുതിയ ആൾക്കാരാണ്. അവരെ വീട്ടിൽ പോയിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് റെഡിയാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അഭിനയിച്ച് താഴ്മിച്ചവരെ കൂടുതൽ കൊണ്ടുവന്നിട്ടുമില്ല. അതിൻ്റെ ഫോൾട്ട് ചിലപ്പോൾ സ്ക്രിപ്റ്റിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ടെൻഷൻ അടിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഓൾ ഇൻ ഓൾ കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ ആശയം കൊള്ളാം ബാബു, അല്ലെങ്കിൽ പിന്നെ ടോട്ടൽ കൊള്ളാം. ഏതെങ്കിലും തരത്തിൽ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. നമ്മള് ഞാനെന്ന കണ്ണാടി എന്നെ നോക്കുമ്പോൾ അല്പം സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി പുതിയ പ്രൊജക്ട് എന്താണ്? ഇനിയുള്ളത് ഇപ്പോൾ 7 വർഷമായിട്ട് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വന്നാണ്. വർഷമായിട്ട് വന്നു. പിന്നെ സ്ക്രിപ്റ്റ് സഹായമായിട്ടുണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു മാക്കോട്ടം സിനിമ ബിജുക്കോട്ടൻ്റെ ഒരു ക്യാരക്ടർ ആക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സോങ് ബിജുക്കോട്ടൻ പാടുന്ന നാടൻ പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇട്ടുപോലൊക്കെ ഉണ്ട്. പിന്നെ മില്ലേനിയത്തിലാണ് അങ്ങനെയുള്ളത്. പിന്നെ അതേ ഡയറക്ടറാണ് ഇപ്പോൾ ഒരു പിന്നെ സിനിമ, ഒരു മാജിക് മൊമെന്റ് സിനിമ പോയി, മാജിക് മൊമെന്റ് അതിന്റെ സ്ക്രിപ്റ്റ് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു, കൊടുത്തിരിക്കുകയാണ്. അതിന്റെ പ്രീ ഷൂട്ട് വരെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിമിഷം ഫുൾ മെയിൻ ഷൂട്ട് തുടങ്ങുകയാണ്. വേറെ ഒരു ചെന്നൈ ബേസ് ഒരു സിനിമ ഡയറക്ഷൻ ഞാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യമാണ്, പക്ഷെ ഇതെല്ലാം പൊട്ടിക്കേണ്ടി വന്നു. അതിന് മിക്കവാറും സാനിയായിട്ട് നായികയാക്കാം. അതൊരു പിന്നെ ഗോസ്റ്റ് ആണ് സാധനം. ഇവളെ നോക്കുമ്പോ ഗോസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. തീർച്ചയായിട്ടും അവളൊരു ക്യാരക്ടർ ചെയ്യും. ഈ പാവൊന്നും അല്ലല്ലേ? അല്ലല്ലോ, അല്ലാതെ പാവം ഗോസ്റ്റ് ആണ്. പാവം ഗോസ്റ്റ് ആണ്. ഞങ്ങള് പോയിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കേണ്ടി വരുമോ ഗോസ്റ്റിനെ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയ ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു സെറ്റും ഇപ്പൊ വലിയ ബിഗ് സെറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് എന്താണ് തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡയറക്ഷൻ? എനിക്ക് തോന്നുന്നത് പിന്നെ സെറ്റ് കാണുന്ന വെച്ചാൽ സാധാരണ രീതിയിൽ
ഇത് ചെറിയ ചേര വിഷമം. കാരണം നമുക്ക് എല്ലാം ഒത്തുവരില്ല. പലപ്പോഴും ഞാൻ തന്നെ വണ്ടി എടുത്തിട്ട് പലരും കാണാൻ പോകാനും ചെയ്യാനും പിടിക്കാനും ലൊക്കേഷനും എല്ലാവരും അറേഞ്ച് ചെയ്യാൻ നമ്മളെല്ലാം ചെയ്യേണ്ടി വരും. അത് എല്ലാം ഒത്തുവരുമ്പോഴേക്കും നമ്മൾ ഡയറക്ടറായിട്ടും കൂടി ഇരിക്കുമ്പോൾ പലതും ശ്രദ്ധിക്കപ്പെടാതെ നമ്മൾ മിസ്സായിട്ടും അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ ഒരു സിനിമയിൽ സംബന്ധിച്ച് എല്ലാം പ്ലാനഡ് ആണ്, എല്ലാം കറക്റ്റ്, എല്ലാ ഡിവിഷൻസ് കറക്റ്റ് ആണ്. ഒരു ഡയറക്ടർക്ക് ചെയ്യുന്ന ഡിവിഷൻ മാത്രം ആലോചിച്ചാൽ മതി. അദ്ദേഹം അയാളെ ക്രിയേറ്റിവിറ്റി നിന്നുകൊണ്ട് തന്നെ സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഏരിയ ആണ് സിനിമ. ആ ഒരു സ്പേസ് അവിടെ കിട്ടും. ഇതിന് പലപ്പോഴും കിട്ടാറില്ല. ഷോർട്ട് ഫിലിം, ആൽബങ്ങള്, ചിലതിലൊക്കെ ആൾക്കാർ കൂടി ഉണ്ടെങ്കിലും പിന്നെ വരുന്നവരെല്ലാവരും പ്രൊഫഷണൽ ആയിരിക്കണമെന്നില്ലല്ലോ. ഇങ്ങനെ പോരെ മതിയല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് പോകും. എന്നിട്ടും നമ്മൾ പിന്നീട് റെഡിയാക്കുന്ന എഡിറ്റിങ്ങിലും മറ്റൊക്കെ ബീജിയമിലൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ എഴുത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ ഒരുപാട് ഷോർട്ട് ഫിലിം എഴുതിയിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ തൃപ്തനാണ്. ജാഗയിൽ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരാളാണ് സനിയക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തിട്ടുള്ള ആ ഒരു കുട്ടി. അവരുടെ പേരെന്തായിരുന്നു? സ്നേഹ. കുറച്ചുകൂടി ബോൾഡായിട്ട് അത് ഒരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു സാനിയനെ ശബ്ദം കൊടുക്കാൻ? സാനിയ ആ സമയത്ത് പിന്നെ വളരെ ചെറിയ സൗണ്ട് ക്യാരക്ടർ ഒരു 24 പിന്നെ വരും. അപ്പൊ അതുകൊണ്ട് മിസ്മാച്ചിങ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരാളെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും സാനിയയുടെ ഈ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ജാഗയിലെ ആ ഒരു ക്യാരക്ടറിനെ വിജയിപ്പിക്കാൻ അവരും കൂടി പരിശ്രമിച്ചു എന്ന് വേണമെങ്കിൽ ആ സമയത്ത് ശരിക്കും കളി സൗണ്ട് ആണ്. സാനിയോടാണ് അടുത്തത്. സാനിയക്ക് എന്ത് തോന്നി തന്റെ ആ ഒരു ക്യാരക്ടറിന് മറ്റൊരാൾ സൗണ്ട് കൊടുത്തപ്പോ അതില് പെർഫെക്ഷൻ? സാനിയോടാണ് ഈ ചോദിക്കുന്നത്. ആള് കുറച്ച് ജാടപ്പരുവാണെന്ന് തോന്നുന്നല്ലോ. നമ്മളിപ്പോ ഇത്രയും വലിയൊരു കമ്പനിയിലെ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോ സാനിയ ഒരു ആങ്കർ പറയുന്നത് ശ്രദ്ധിക്കാതെ മൊബൈലിലേക്ക് നോക്കിയിരിക്കുമ്പോ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ പറയും. സാനിയയുടെ ജാട പുറത്തെടുക്കാനുള്ള ഒരു വേദിയല്ല ഇത്. ഞാൻ നിങ്ങളെ പോലെ ഒരു ആർട്ടിസ്റ്റാണ്, ഡബിങ് ആർട്ടിസ്റ്റാണ്, ഇതുപോലെ ഒരു ആങ്കർ ആണ്. ഇത് ഞാൻ ഇരിക്കുന്നത് ഓറഞ്ച് മീഡിയ എന്ന് പറയുന്ന വലിയൊരു ഫ്ലോറിലാണ്. നിങ്ങളുടെ ജാഗ എന്ന് പറയുന്ന ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ചാനലിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു മാനേഴ്സ് ഈ ഒരു വേദിയിൽ കാണിക്കാൻ നിങ്ങളുടെ ആർട്ടിസ്റ്റിനോട് പറയാം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിം അങ്ങ് ചെയ്തിട്ട് ബിഗ് സ്ക്രീനിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു ജാട കുറച്ച് ബോറായി പോയി. കണക്കായി പോയി എന്നല്ല, നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ക്യാമറ നിങ്ങൾ ഓൺ ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത്രയും നേരം പുകഴ്ത്തിയത് ഈ സാധനത്തിനെ കുറിച്ചാണോ? നിങ്ങളാണ് ഈ കുട്ടിയുടെ പപ്പ. നിങ്ങൾക്ക് അറിയില്ലേ ഒരു വേദിയിൽ എങ്ങനെയാണ് മോള് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്? നിങ്ങൾക്ക് അറിയില്ലേ? വളരെ മോശമായി പോയി. നമ്മൾ ഇത്രയും വലിയൊരു കമ്പനിയിൽ നിന്ന് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ നമുക്ക് 2 മില്യൺ വ്യൂസ് വന്നു. അതിന്റെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് നിങ്ങളെ വിളിക്കുമ്പോൾ ഇത്രയും എന്താ പറയാ, ഇങ്ങനെ ഒരു ചെറിയ 2-3 റോള് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ അഹങ്കാരം തലക്ക് മീതെ കയറിയിട്ട് മുകളിലോട്ടങ്ങ് എത്തി നിൽക്കുന്ന. എന്നാലും ഓക്കെ, എനിവേ എന്റെ ഡ്യൂട്ടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാണ്ട് നിങ്ങളുടെ അഹങ്കാരവും ജാടയൊന്നും എനിക്ക് തീർക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഇപ്പൊ ഇറങ്ങി പോവാം. എനിക്കിന്ന് എം ഡി വിളിക്കൂ. ഈ ഒരു ഷോ ഇനി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചതിന് ശേഷം ബാക്കി മതി. പറയൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ? എനിക്കും പറ്റില്ല. ഇത്രയും വലിയ ജാടയുള്ള ഈ ഒരു എന്താ പറയാ, വളരെ മോശമായി പോയി. നിങ്ങളുടെ മകള് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ഇത്രയും വലിയൊരു ഫ്ലോറിൽ ശ്രദ്ധിച്ചില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളല്ല നിങ്ങളെക്കാളും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു ഫ്ലോറിൽ വന്നിട്ട് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് സന്തോഷമായിട്ട് പിരിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇത്രയും അഹങ്കാരം പിടിച്ച ഒരാള്. എനിക്ക് നിങ്ങളോടൊരു വിരോധമില്ല. ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് മാനേഴ്സ് വേണം, മനസ്സിലായോ? ഇത്രയും സമയം നിന്നോട് ഞാൻ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. ഓക്കെ, ഇത്രയും നേരം എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ വന്നപ്പോ മാത്രമാണ് ഞാൻ ചെയ്തത്. കൈ ചൂണ്ടി സംസാരിക്കാൻ മാത്രമേ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കൈ ചൂണ്ടി എന്റെ ഇഷ്ടമാണ്. നീ എന്നോട് ഷൗട്ട് ചെയ്യുമ്പോ എനിക്ക് ബട്ട് സാനിയ, നിന്റെ ഇഷ്ടം നിനക്ക് നടത്താം. അത് ഈ ഒരു ഫ്ലോറിൽ വരുമ്പോഴല്ല, ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഒരു കാര്യം മനസ്സിലാക്കണം,
ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ആവുമ്പത്തിനും അവരുടെ എല്ലാ ഗെറ്റപ്പും കൊടുത്തിട്ട് കാൽമക്കാലും കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വളരെ ബോറായിട്ട് ബിഹേവ് ചെയ്യരുത്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല നിങ്ങൾ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആർട്ടിസ്റ്റ് അല്ല നിങ്ങൾ സാനിയ. ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ജാഗ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഞാൻ കാണാത്ത ഒന്നും അല്ലല്ലോ. അതിൽ നിങ്ങളുടെ പെർഫോമൻസ് ഏത് അറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും നേരം ഞാൻ ഇവിടെ പൊക്കി അടിച്ചത്, ഇത്രയും നേരം പൊക്കി അടിച്ചത് എന്റെ മര്യാദയാണ്. നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പൊക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവാരം എന്റെ ജോലിയാണത്. എന്റെ ജോലിയാണ്, എന്റെ ജോലിയാണ്. മനസ്സിലായോ? എന്റെ ജോലി അറിയാമോ? മേഡം അത് പിന്നെ അവള് ഓൾറെഡി ആബ്സെന്റ് മൈൻഡ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് മിസ്സായി പോയത്. അത് വിട്ടേക്ക്. പിന്നെ ജാട കാണിക്കാൻ അവൾ അത്ര വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, വലിയ ആളായിട്ടില്ല, ബിഗിനിങ് ആണ്. അതായിരിക്കും ഞാനും ഇത്രയും അത് മനസ്സിലാക്കിക്കൊണ്ട് മേഡം ഒന്ന് വിട്ടടാ. എന്ത് സംഭവം? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങൾ ആദ്യം തന്നെ സോറി പറയാണ്. ഇത് ഞങ്ങൾ രണ്ടുപേരും ചെറിയൊരു നമ്മളെ പൊട്ടനാക്കി ശവത്തിന്റെ ഫോട്ടോ എടുക്കി, ശവത്തിന്റെ ഷോട്ടോ എടുത്തിട്ട് നമുക്ക് അല്ല ഞങ്ങളെ അടുത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയണ്ടല്ലേ. ഇപ്പൊ ബോൾഡ് വേണം, ഞങ്ങളിപ്പോ ബോൾഡ് ഇവര് ഈ ഒരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കായിരുന്നു അല്ലെ. ഞങ്ങളെ അവളുടെ അടുത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് കാണിച്ചു തന്നതാണ്. പുറത്ത് കൊണ്ടുവന്നു, നാഗവല്ലിയെ ശരിക്കും ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഈ ഒരു വേദിയിൽ വന്നതിനും. സാനിയുമായിട്ട് ചെറിയൊരു ഇത് കഴിഞ്ഞാൽ ചിലപ്പോ ഇനി എന്റെ അവസ്ഥ എന്തോ. അടിക്കരുത് സാനിയ. ജാഗ കണ്ട പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ജാഗ കണ്ട പ്രേക്ഷകരോട് 2 മില്യൺ വ്യൂവേഴ്സിൽ എത്തിച്ച എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ഹൃദയം നിറഞ്ഞിട്ട് നന്ദി പറയാനുണ്ട്. പിന്നെ ഓറഞ്ച് മീഡിയ വഴിയാണ് ഈ യൂട്യൂബ് എല്ലാവരും പ്രേക്ഷകരായ എല്ലാവരും കണ്ടത്. സോ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ കളിച്ചിട്ടുള്ള ആ ഒരു ജാട അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ക്രിയേഷൻ ആയിരുന്നു. ജാഗയില്ല, ഞങ്ങളുടെ ജാട. അപ്പൊ അത് വെച്ചിട്ട് ആരും സാനിയ കുട്ടീനെ അങ്ങനെ എന്താ പറയാ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ജാഗ ഇനി കാണാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ ജാഗയുടെ ലിങ്ക് നമ്മൾ മെൻഷൻ ചെയ്യാം. അപ്പൊ എല്ലാവരും പോയി കാണാം. അടിപൊളി ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഫ്ലോറിലേക്ക് വരാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനും. ഹലോ സാറേ, താങ്കളോടാണ്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിന് വരാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനും സാധിച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫ്രം ടീം ആർച്ച്.